അതായത് കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങളെയോ മാധ്യമ പ്രവർത്തകരെയോ കയ്യിലെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ആർക്കും മുഖ്യമന്ത്രിയാകാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിച്ഛായ ബിൽഡപ്പ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കെ.സി. വേണുഗോപാലിനെ വെറുക്കപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന് ജനവികാരം എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇവിടെ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കെ.സിയുടെ അനുയായികൾ ആരെങ്കിലും പോയിട്ട് വി ഡി സതീശിൻ്റെ ഫ്ലക്സ് വലിച്ചു കയറിയിട്ടുണ്ടോ? ഏതെങ്കിലും രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ പോയിട്ട് വി ഡി സതീശിൻ്റെ ഫ്ലക്സ് വലിച്ചു കയറിയിട്ടുണ്ടോ? കീറിയതാരാണ്? രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരനും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഫ്ലക്സ് വലിച്ചു കയറാനോ അത് കത്തിക്കാനോ തുപ്പാനോ ഒന്നും തോന്നത്തില്ലെന്ന്. ഇത് ഫ്ലക്സിലേക്ക് തുപ്പുന്ന കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കാണുമല്ലേ? അതെന്തൊരു ഗതികേടാണ്, എന്തൊരു അവസ്ഥയാണത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘടിതമായിട്ട് കെ.സി. വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന് കേരളത്തിൽ ജനവികാരം എതിരാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റു രണ്ട് പേരുകളാണ് രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലിന്റെ. അതിൽ കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ചും ദേശീയ തലത്തിലെ സംബന്ധിച്ചും എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നും നമുക്കറിയാം. ഏകദേശം അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി ആവുമെന്ന് എല്ലാവരും ഉറപ്പിച്ച കെ.സി. ആ ലാസ്റ്റ് സമയത്ത് മാറ്റി നിർത്തപ്പെടുന്നു. പക്ഷെ അതിനുവേണ്ടി ഒരുപാട് ആ ലാസ്റ്റ് സമയത്ത് നമുക്ക് തന്നെ അറിയാം, ഒരുപാട് ആരോപണങ്ങൾ കെ.സിക്കെതിരെ വരുന്നു. ജനവികാരത്തെ, ജനവിധിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെ തരത്തിൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പോസ്റ്ററുകൾ വരുന്നു, കരിയോയിൽ പ്രയോഗങ്ങൾ വരുന്നു, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നു. ഇപ്പോൾ കെ.സി. എന്നൊരു ദേശീയ രാഷ്ട്രീയത്തിലെ അധികായനെ സംബന്ധിച്ച് ഒരു നാണക്കേട് എന്ന് വേണമെങ്കിലും പറയാം. കെ.സി. എങ്ങനെ ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നേരിടും? അതായത് കേരളത്തിലെ ഏതാനും ചില മാധ്യമങ്ങളെയോ മാധ്യമ പ്രവർത്തകരെയോ കയ്യിലെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ആർക്കും മുഖ്യമന്ത്രിയാകാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിച്ഛായ ബിൽഡപ്പ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ വി ഡി സതീശനെ വിമർശിക്കാനൊന്നുമില്ല. കാരണം വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം മുൻപോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കട്ടെ, നമ്മളിവിടെ സൂക്ഷ്മതയോടുകൂടി തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് നമുക്കിവിടെ നിലയുറപ്പിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രതിച്ഛായ അടുത്ത 6 മാസത്തിനുള്ളിൽ എന്താകും എന്നൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് കെ.സി. വേണുഗോപാൽ എന്നും ആരാണ് രമേശ് ചെന്നിത്തല എന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കെ.സി. വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടില്ലെങ്കിൽ പിന്നീട് രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നുള്ള രീതിയിലാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചില ആളുകൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകും എന്നും പ്രതീക്ഷിച്ചിരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ജൻസി ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിച്ചു. ഇവിടുത്തെ ആവാലവൃത്തം ജനങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വി ഡി സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പത്രക്കാരും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർമാരും ഒക്കെ പോയി കണ്ടിട്ടുണ്ടാവുക ഏകദേശം ഒരു 1000-ൽ താഴെയുള്ള ആളുകളെ മാത്രമായിരിക്കും കേരളത്തിലെ. വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഏറ്റവും ആദ്യം പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെ.സി. വേണുഗോപാലിനെ വെറുക്കപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിന് ജനവികാരം എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇവിടെ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, വി ഡി സതീശനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വനിതാ അഡ്വക്കേറ്റ് KPCCയുടെ മീഡിയ സെല്ലിന്റെ കോർഡിനേറ്ററായിട്ട് വരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നെല്ലാവർക്കും വ്യക്തമല്ലേ? അവരെങ്ങനെ സോഷ്യൽ മീഡിയയുടെ കോർഡിനേറ്ററായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ഇപ്പോഴും അവ്യക്തത ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചില ആളുകൾ, അവർ കോൺഗ്രസ് പാരമ്പര്യം പോലും ഇല്ലാത്ത ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കൺവീനറൊക്കെ. അവരെയൊക്കെ എത്രയും പെട്ടെന്ന് AICCനെ നേരിട്ട് ഇടപെട്ട് ആ സ്ഥാനത്തു നിന്നൊക്കെ നീക്കം ചെയ്യേണ്ടതാണ്. അപ്പോൾ കെ.സി. വേണുഗോപാൽ ഇവിടെ ജനങ്ങൾ മൊത്തം എതിരാണ് അദ്ദേഹത്തിന് എന്ന് ഇവിടെ വരുത്തി തീർത്തതാണോ? ഇതിപ്പോൾ പഴകുളം മധു നിയുക്ത MLA അദ്ദേഹം ഒരു വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തെരുവിൽ നടന്ന പ്രകടനങ്ങൾ, നേതാക്കന്മാരുടെ ഫ്ലക്സിന് നേരെ നടന്നിട്ടുള്ള കരിയോയിൽ ഒഴിക്കൽ, അതോടൊപ്പം തന്നെ ഫ്ലക്സ് കീറൽ, ഇതൊക്കെ ആര് സംഘടിപ്പിച്ചു? ഇതിനെതിരെ അതിശക്തമായ ഒരു അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതിന് വി ഡി സതീശൻ തയ്യാറാകുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടതുള്ളത്. കാരണം അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. വി ഡി സതീശൻ പറയുന്നുണ്ട് കെ.സി. വേണുഗോപാൽ എൻ്റെ നേതാവാണ്, രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലക്സ് വലിച്ചു കീറിയവർക്കെതിരെ, അതോടൊപ്പം തന്നെ കെ.സിയുടെ ഫ്ലക്സിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വലിച്ചു കീറിയവർക്കെതിരെ, കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലക്സിന് നേരെ തുപ്പിയവർക്കെതിരെ, ഇടിച്ചവർക്കെതിരെ, ഈ പറഞ്ഞ വി ഡി സതീശൻ്റെ ഫ്ലക്സിന് നേരെ തുപ്പിയവർക്കെതിരെ ഒക്കെ നടപടി ഉണ്ടാവേണ്ടതുണ്ട്. ഇതെനിക്ക് തോന്നുന്നു പോലീസ് തലത്തിൽ തന്നെ നടത്തേണ്ട ഒരു അന്വേഷണമാണ്. കാരണം സംസ്ഥാനത്ത് വ്യാപകമായി ഏതെങ്കിലും ഒരു ഈവന്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇങ്ങനെ ആളുകളെ ഇറക്കി കൊടുത്തുകൊണ്ടാണോ ഈ
തെരുവിൽ പ്രകടനങ്ങൾ നടന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതിന് വി ഡി സതീശൻ തയ്യാറാകാതെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു ആരോപണമുണ്ട്. ഇന്നിപ്പോൾ BJP സൈബർ ഇടങ്ങളിലൊക്കെ അതിശക്തമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് പാണക്കാട് നിന്നാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതെന്ന് പറയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് പാണക്കാടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഒരു വർഗീയ ധ്രുവീകരണമാണ് ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ KC വേണുഗോപാലിനെ ഇവിടെ കൃത്യമായിട്ട് ആരൊക്കെയോ ടാർഗറ്റ് ചെയ്തിരുന്നു. ആ ടാർഗറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ ഒരു ജനപ്രിയനല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സുപ്രഭാതത്തിൽ വന്നിറങ്ങിയ ആളല്ല KC വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ, ഒരു സുപ്രഭാതത്തിൽ വന്നിറങ്ങിയ ആളല്ല രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. 2005-2006 കാലഘട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസ് പിളരുന്ന സമയത്ത്, ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി നേരിട്ട ആ ഒരു സമയത്ത് KPCC പ്രസിഡന്റായിട്ടെത്തി കോൺഗ്രസ് പ്രവർത്തകരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ പിടിച്ചു നിർത്തുകയും പാർട്ടി വിട്ടുപോയ പല നേതാക്കന്മാരെയും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവർക്ക് ആത്മവിശ്വാസം പകർന്ന് കൂടെ ചേർത്ത് നിർത്തുകയും ചെയ്ത ആളുടെ പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അപ്പോൾ ആ രമേശ് ചെന്നിത്തലയുടെയൊക്കെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നിയമനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്കൊരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൂടാതെ തന്നെ ആ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പോലും ശക്തമായ സൈബർ ആക്രമണം ഇവിടെ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ ഒരു ട്രോൾ മെറ്റീരിയലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ചില ഭാഗത്തുനിന്ന് ശ്രമങ്ങളുണ്ടായി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി, അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നു, അതിനുശേഷം ഈ കേരളത്തിലെ MLA ആകുന്നു, മന്ത്രിയാകുന്നു, അതിനുശേഷം MP ആയിട്ട് പോകുന്നു. ആലപ്പുഴ സീറ്റ് ഒരിക്കലും കോൺഗ്രസിന് പിടിക്കാൻ പറ്റുന്ന സീറ്റായിരുന്നില്ല. ആലപ്പുഴ പിടിക്കാൻ വേണ്ടിയിട്ട് MLAയും മന്ത്രിയുമായിട്ടിരുന്ന KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നു, അതിനുശേഷം കേന്ദ്രമന്ത്രിയാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് മുകളിലേക്ക് പോയൊരു നേതാവാണ് ശ്രീ KC വേണുഗോപാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ KC വേണുഗോപാൽ ഇന്ന് AICCയുടെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ്. ആ ജനറൽ സെക്രട്ടറിയുടെ ഫ്ലക്സ് കേരളത്തിൽ ആരെങ്കിലും വലിച്ചു കീറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണ്ടേ? ഇത് ആരാണ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചത് എന്ന് പോലീസ് തലത്തിൽ തന്നെ അന്വേഷിക്കണ്ടേ? പാർട്ടി തന്നെ KPCC തന്നെ ഇതിനെതിരെ ഒരു പരാതി നൽകേണ്ടതില്ലേ? കാരണം ഇത്രയും സമയമായിട്ടും എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെയും KC വേണുഗോപാലിൻ്റെ ഫ്ലക്സ് വലിച്ചു കീറിയവർക്കെതിരെ KPCC പരാതി കൊടുക്കാത്തത്? ആരെങ്കിലും VD സതീശൻ്റെ ഫ്ലക്സ് വലിച്ചു കീറിയിട്ടുണ്ടോ? KCയുടെ അനുയായികൾ ആരെങ്കിലും പോയിട്ട് VD സതീശൻ്റെ ഫ്ലക്സ് വലിച്ചു കീറിയിട്ടുണ്ടോ? ഏതെങ്കിലും രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ പോയിട്ട് VD സതീശൻ്റെ ഫ്ലക്സ് വലിച്ചു കീറിയിട്ടുണ്ടോ? കീറിയതാരാണ്? KC വേണുഗോപാലിൻ്റെ ഈ പറഞ്ഞ ഫ്ലക്സ് കീറിയിട്ടുള്ളത് കോൺഗ്രസ്സുകാർ ആണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരനും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഫ്ലക്സ് വലിച്ചു കീറാനോ അത് കത്തിക്കാനോ തുപ്പാനോ ഒന്നും തോന്നത്തില്ലെന്ന്. ഇത് ഫ്ലക്സിലേക്ക് തുപ്പുന്ന കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കാണുമല്ലേ? അതെന്തൊരു ഗതികേടാണ്, എന്തൊരു അവസ്ഥയാണത്. അപ്പോൾ അതുകൊണ്ട് KPCC തന്നെ പോലീസിൽ പരാതി കൊടുക്കേണ്ടതുണ്ട്. പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അന്വേഷണം നടക്കേണ്ട ഒരു വിഷയമാണ് KC വേണുഗോപാലിൻ്റെ ഫ്ലക്സ് നശിപ്പിച്ചതാരാണ്. പർപ്പസ്ഫുള്ളി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു സൈബർ അറ്റാക്ക് ഈ പറഞ്ഞ KC വേണുഗോപാലിനെതിരെ നടന്നിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് കൊടും ക്രിമിനലാണെന്നേ. KC വേണുഗോപാലിനെ പോലെ AICCയുടെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ മനഃപൂർവ്വം അപമാനിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിശക്തമായ നടപടി ആ ക്രിമിനലുകൾക്കെതിരെ വേണം. അവരെ ക്രിമിനൽ എന്ന് തന്നെ വിളിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരനും ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും ഫ്ലക്സ് വലിച്ചു കയറാൻ സാധിക്കില്ല. പഴകുളം മധു ഇന്ന് പറഞ്ഞിരിക്കുന്നത് 100-101% ശരിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമാണത്. ഇവിടെ ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമാണ്. കോൺഗ്രസിൽ ആർക്കും എന്ത് അഭിപ്രായങ്ങളും പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘടിതമായിട്ട് KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ KC വേണുഗോപാലിന് കേരളത്തിൽ ജനവികാരം എതിരാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? BJP എന്താണ് പ്രചരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? BJP പ്രചരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടാത്ത ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ട് അവിടെ നിന്ന് ജനവികാരം മാനിച്ച് മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കാത്ത ഒരാളെ എങ്ങനെ AICCയുടെ ജനറൽ സെക്രട്ടറി ആക്കി ഇരുത്തുമെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കൂടി ഒരു കാര്യം മനസ്സിലാക്കണ്ടേ? കഴിഞ്ഞ 7-8 വർഷക്കാലമായിട്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ ഇതേ രീതിയിൽ അപമാനിച്ചിറക്കി വിടേണ്ടതുണ്ടായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി കൂടി ആലോചിക്കണമായിരുന്നു. ഇതല്ല എങ്കിൽ KC വേണുഗോപാലിനെതിരെ ഇതേപോലത്തെ ഒരു അക്രമം തുടങ്ങിയ സമയത്ത് തന്നെ ഈ പറഞ്ഞ VD സതീശനായിക്കൊള്ളട്ടെ, ഹൈക്കമാൻഡ് ആയിക്കൊള്ളട്ടെ, നേരിട്ടിടപെട്ട് അങ്ങനത്തെ സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ നടത്തിയാൽ അത് പാർട്ടി വിരുദ്ധമായി മാറുമെന്നും നിങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള നിർദ്ദേശം എന്താണ് നൽകാത്തത്? കഴിഞ്ഞ ദിവസമാണ് VD സതീശൻ പറയുന്നത് ആർക്കുമെതിരെ ഒന്നും ചെയ്യരുതെന്ന്. അതുവരെ VD സതീശൻ അക്ഷരം മിണ്ടിയിട്ടില്ല.
സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള വലിയൊരു ഫൈറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു PR ടീമിനെ ഏൽപ്പിക്കുകയും ആ PR ടീമിന് ഒരു നിശ്ചിത തുക നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോവിന്ദ ചാമിയെ വേണമെങ്കിൽ പോലും നമുക്ക് നല്ല പ്രതിച്ഛായയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. KC വേണുഗോപാലിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ശക്തികളുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിശക്തമായ നടപടി അവർക്കെതിരെ വേണ്ടതുണ്ട്. KPCC പ്രസിഡന്റ് ഒരു നിമിഷം പോലും വൈകാതെ അന്ന് നടന്നിട്ടുള്ള അക്രമങ്ങൾക്കെതിരെ കോൺഗ്രസിൻ്റെ പതാക വരെ വലിച്ചു കയറി കളഞ്ഞിട്ടുണ്ട്, ഫ്ലെക്സ് വലിച്ചു കയറി കളഞ്ഞിട്ടുണ്ട്. ആ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകേണ്ടതുണ്ട്. ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്താൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ നിയമിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. കാരണം അത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ റാലി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിശക്തമായ നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.